നമസ്കാരം. ഇവർക്കും ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഹിന്ദു ന്യൂസ് പേപ്പർ ഫസ്റ്റ് ആർട്ടിക്കിൾ സെന്റർ ടു ക്ലാരിഫൈ ഓൺ ആധാർ ആസ് ബർത്ത് ഡേറ്റ് പ്രൂഫ് വിത്ത് റിസ്ക് റൈഡേഴ്സ് എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ആധാറുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ പൊളിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ഈ ഒരു ടോപ്പിക്കിനെ നമ്മൾ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുമ്പോഴേക്കും മെയിൻസിനകത്ത് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2ന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ടോപ്പിക് കൂടിയാണ്. സോ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് ആധാറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആധാറിനെ കുറിച്ചിട്ടായിരിക്കും കൂടുതലായിട്ടും ഈ ഒരു ടോപ്പിക്കിൽ നിന്നും എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ പഠിക്കാൻ പോകുന്നു. എന്നാൽ ഈ ഒരു വാർത്തയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പ്, അതായത് കഴിഞ്ഞ 2023 ഡിസംബർ മാസത്തിലും ആധാറിന്റെ നോഡൽ ഏജൻസിയായ യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ UIDAI, യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് ആധാറിന്റെ നോഡൽ ഏജൻസിയുടെ പേര്. സോ ഈ നോഡൽ ഏജൻസി ആധാറിനെ പറഞ്ഞ നിലവിൽ നമുക്കറിയാം ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ആധാർ ഒരു നമ്മുടെ ഐഡന്റിറ്റി പ്രൂഫ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ആധാർ ഒരു സിറ്റിസൺഷിപ്പ് പ്രൂഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പകരം ആധാറിനെ ഒരു ID പ്രൂഫ് ആയിട്ട് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഒരുപക്ഷെ നമ്മൾ എക്സാംസിനൊക്കെ പോകുമ്പോഴാണെങ്കിലും ID പ്രൂഫ് ആയിട്ട് നമുക്ക് ഏതിന് ഉപയോഗിക്കാം? ആധാറിന് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഗവൺമെന്റ് സ്കീംസിലൊക്കെ ആണെങ്കിലും നമുക്ക് അർഹത നേടണമെങ്കിൽ, നമുക്ക് ആ ബെനിഫിറ്റ്സ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആധാറിൽ എൻറോൾ ചെയ്യപ്പെടുകയും ചെയ്യണം. അതിന്റെ ഈ പറഞ്ഞ പോലെ നമ്മൾ കോപ്പീസും കാര്യങ്ങളൊക്കെ തന്നെ ഐഡന്റിഫിക്കേഷൻ പ്രൂഫായിട്ട് ഹാജരാക്കുകയും ചെയ്യണം. പലയിടങ്ങളിലും നിലവിൽ പറയുവാണെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ആധാർ ഉപയോഗിച്ച് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനായിട്ടൊക്കെ തന്നെ സഹായിക്കുമായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് യുണീക് ഐഡന്റിഫിക്കേഷൻ ഓഫ് അതോറിറ്റി ഓഫ് ഇന്ത്യ അത്തരത്തിൽ ഏജൻസികൾക്കൊക്കെ ആയിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ഡോക്യുമെന്റ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി മുതൽ ഏജ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിനു ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു? അത് നമ്മുടെ ആധാറിനെ ഉപയോഗിക്കാൻ പാടില്ല. ഏജ് പ്രൂഫിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനായിട്ട് ആധാറിനെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഗവൺമെന്റ് പല ഏജൻസികളും ഇത് നേരത്തെ തന്നെ ഓൾറെഡി സ്വീകരിക്കുന്നുണ്ടായിരുന്നു, ഇതൊരു ഡേറ്റ് ഓഫ് ബർത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും പല ആളുകളുടെയും ഇത്തരത്തിൽ സർവീസസ്, ഗവൺമെന്റ് സർവീസസ് കിട്ടുന്നതിനൊക്കെ തന്നെ തടസ്സങ്ങൾ നേരിടുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാക്കി. അപ്പോൾ അതിനെ ആ ഒരു പ്രശ്നം മറികടക്കാനായിട്ടാണ് നിലവിൽ വീണ്ടും സെൻട്രൽ ഗവൺമെന്റ് വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ യൂണീക് ഐഡന്റിഫിക്കേഷൻ ഓഫ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുകയാണ്. അവർ ഈ പറഞ്ഞ പോലെ ബർത്ത് ഡേറ്റുകൾ ഉപയോഗിക്കാം, ഇനിയും കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കാം, പക്ഷേ അതിന് കുറച്ച് മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയൊക്കെ ആയിരിക്കണം നിങ്ങൾ ബർത്ത് ഡേറ്റ് പ്രൂവ് ചെയ്യാനായിട്ട് ആധാർ ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ക്ലാരിഫിക്കേഷൻസ് ഉടൻ തന്നെ ഇറക്കും എന്നുള്ളതാണ് ഈ ഒരു വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്. ഇത്രയാണ് ആ വാർത്തയുടെ ബേസിക് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുവാണെങ്കിൽ. ബട്ട് നമ്മൾ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ഓൾറെഡി പറഞ്ഞു, ആധാറിനെ കുറിച്ചാണ് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. എല്ലാവർക്കും ഈ പറഞ്ഞ ആധാറൊക്കെ എടുത്തിട്ടുള്ള ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ആധാർ ബേസിക്കലി 2009 കുറച്ച് കഴിഞ്ഞ വർഷം അങ്ങനെയൊന്നും വന്നതല്ല, 2009 വന്ന ഒരു ഐഡന്റിഫിക്കേഷൻ പ്രൂഫാണ് ആധാർ. ആധാർ പ്രോഗ്രാം എയിംസ് ടു ഓഫർ എ ഡിസ്റ്റിങ്ക്ട് ആൻഡ് വെരിഫയബിൾ ഐഡന്റിറ്റി ഫോർ ഓൾ ഇന്ത്യൻ റെസിഡൻസ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നോക്കിയിരിക്കേണ്ടത്. ഈ റെസിഡൻസ് എന്നുള്ള കാറ്റഗറി ഉള്ളത് കൊണ്ടിട്ടാണ് ഇത് ശരിക്കും പറയുകയാണ് ആധാർ ഇന്ത്യൻസിന് മാത്രമല്ല, ഇന്ത്യക്കാർക്ക് മാത്രമല്ല ഇത് കിട്ടാൻ സാധിക്കുന്ന, വിദേശികൾക്ക് വേണമെങ്കിൽ എന്ത് അവൈൽ ചെയ്യാൻ സാധിക്കും? ഈ ആധാർ കാർഡ് കിട്ടാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർക്കുക. കാരണം റെസിഡന്റ് എന്ന് പറയുമ്പോഴേക്കും യൂഷ്വലി ഇന്ത്യയിൽ തുടർച്ചയായിട്ട് ഒരു 180 ദിവസം 180 ഡേയ്സ് ഈ പറഞ്ഞ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേ ചെയ്യുന്ന വ്യക്തികൾക്ക് ഈ റെസിഡന്റ് എന്നുള്ള പദവി കിട്ടാൻ സാധിക്കുകയും അതുവഴി എന്ത് ചെയ്യാൻ പറ്റും? അവർക്കും ഈ പറഞ്ഞ ആധാറിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. എസ്പെഷ്യലി വിദേശികളൊക്കെ ആണെങ്കിലും ഇപ്പം ഇവിടെ നമ്മുടെ യൂണിവേഴ്സിറ്റികളിലൊക്കെയാണ് വന്ന് പഠിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിലും ഇത്തരത്തിൽ ആധാർ കാർഡ് സ്വീകരിക്കാൻ സാധിക്കും. 180 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യയിൽ തുടർച്ചയായിട്ട് നിൽക്കുകയാണെങ്കിൽ അവർക്കും ആധാർ കാർഡ് കിട്ടാൻ സാധിക്കും. തുടർന്ന് അവർക്ക് ഇവിടെ ഇന്ത്യയിൽ അവർ എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ID പ്രൂഫായിട്ട് എന്തിനു ഉപയോഗിക്കാൻ സാധിക്കും? ഈ ആധാർ കാർഡ് ബേസിക്കലി ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം ആധാർ ബേസിക്കലി ഈ പറഞ്ഞ പോലെ ബോർഡ് ബൈ ആധാർ ആക്ട് 2016 മുഖാന്തരമാണ് ഇതിന് ലീഗൽ ഒരു വാലിഡിറ്റി കൊണ്ടുവന്നിരിക്കുന്നത്. ആധാർ ടാർഗറ്റഡ് ഡെലിവറി ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് അതർ സബ്സിഡീസ് ബെനിഫിറ്റ്സ് ആൻഡ് സർവീസ് ആക്ട് എന്നുള്ള അതിന്റെ ഫുൾ ഫോം ആയിട്ട് പറയാൻ സാധിക്കുന്നത്. സോ എന്തായാലും ആധാർ ഈ പറഞ്ഞ ഒരു 12 ഡിജിറ്റ് യൂണീക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ആണ് ഇഷ്യൂഡ് ബൈ ദ യൂണീക് ഐഡന്റിഫിക്കേഷൻ ഓഫ് അതോറിറ്റി ഓഫ് ഇന്ത്യ ടു എവറി ഇന്ത്യൻ റെസിഡന്റ്. അപ്പം ഇന്ത്യൻ സിറ്റിസൺസിനല്ല, ഇന്ത്യൻ റെസിഡന്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. അപ്പോൾ ഇത് വിദേശികൾക്കും കിട്ടും എന്നുള്ളൊരു പോയിന്റ് വെച്ചിട്ടാണ് നമുക്ക് അറിയാവുന്നതാണ് ആധാർ ഒരു സിറ്റിസൺഷിപ്പ് പ്രൂഫായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമ്മുടെയൊക്കെ തന്നെ ആധാർ കാർഡിന്റെ ബാക്ക് സൈഡിൽ അത് എഴുതിയിട്ടുണ്ട്, ആധാർ ഇസ് നോട്ട് എ പ്രൂഫ് ഓഫ് സിറ്റിസൺഷിപ്പ് എന്ന് ബേസിക്കലി എഴുതിയിട്ടുണ്ട്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇത് ഫോറിനേഴ്സിനും കിട്ടാൻ സാധിക്കും എന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കുക എന്താണ് സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. സിറ്റിസൺഷിപ്പ് നമ്മൾ പൊളിറ്റിയിൽ പഠിക്കുന്നതാണ്. നമ്മുടെ യൂണിയൻ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുന്ന ഒരു ഘടകമാണ്. നമുക്ക് ഈ പറഞ്ഞ ലിസ്റ്റുകളെ 3 ആയിട്ട് തരംതിരിക്കാൻ പറ്റും: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റിനകത്തുള്ള. അതിനകത്ത് യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് കാര്യങ്ങൾ തീരുമാനം എടുക്കാനുള്ള അവകാശം ഇരിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ യൂണിയൻ പാർലമെന്റിനാണ് ബേസിക്കലി ഉള്ളത്. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് പോകും. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേർക്കും പറ്റും. സെൻട്രൽ ഗവൺമെന്റിനും അതിൽ നിയമം ഉണ്ടാക്കാൻ സാധിക്കും, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ ഈ രണ്ടുപേരും ഒരുമിച്ച് ഒരു കാര്യത്തിൽ തന്നെ നിയമം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ യൂണിയൻ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമത്തിനായിരിക്കും കുറച്ചുകൂടെ വാലിഡിറ്റി ഉണ്ടാകുക എന്നുള്ളൊരു പോയിന്റ് ഓർത്തിരിക്കുക. എന്തായാലും സിറ്റിസൺഷിപ്പ് എന്ന് പറയുമ്പോഴേക്കും ഇതിനകത്ത് യൂണിയൻ ലിസ്റ്റിൽ വരുന്ന ഒരു ഘടകമാണ്. ദാറ്റ് ഈസ് അണ്ടർ ദ എക്സ്ക്ലൂസീവ് ജൂറിസ്ഡിക്ഷൻ ഓഫ് പാർലമെന്റ്. യൂണിയൻ പാർലമെന്റിന് ഈ പറഞ്ഞ പോലെ എക്സ്ക്ലൂസീവ് ജൂറിസ്ഡിക്ഷനിൽ വരുന്ന ഒരു ഘടകമാണ് സിറ്റിസൺഷിപ്പ്. ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് ഡിഫൈൻ ദ ടേം സിറ്റിസൺ. ഇത് ഓർത്തിരിക്കണം. നമ്മുടെ ഭരണഘടനയിൽ ഒരിടത്തും സിറ്റിസൺ എന്താന്നുള്ള വാക്കിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ നൽകിയിട്ടില്ല. ബട്ട് ഡീറ്റെയിൽസ് ഓഫ് വേരിയസ് കാറ്റഗറീസ് ഓഫ് പേഴ്സൺസ് ഹു ആർ എൻടൈറ്റിൽഡ് ടു സിറ്റിസൺഷിപ്പ് ആർ ഗിവൺ ഇൻ പാർട്ട് 2 അണ്ടർ ആർട്ടിക്കിൾ 5 to 11. അപ്പോൾ സിറ്റിസൺ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു ഡെഫിനിഷൻ നൽകിയിട്ടില്ലെങ്കിൽ കൂടിയും ആർക്കൊക്കെയാണ് ഇവിടെ ഈ സിറ്റിസൺഷിപ്പിന്റെ ബെനിഫിറ്റ്സ് അവൈൽ ചെയ്യാൻ സാധിക്കുക എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പാർട്ട് 2, പാർട്ട് 2-നകത്ത് ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ ഈ പറഞ്ഞ പോലെ സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട്
ഇവിടെ ആർക്കൊക്കെ ഈ പറഞ്ഞ പോലെ ബെനിഫിറ്റ്സ് അവൈൽ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിലേക്ക് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെന്ന് ഓർത്തിരിക്കണം. ഈ പറഞ്ഞ പോലെ അല്ലാണ്ട് ഒരിടത്തും കോൺസ്റ്റിറ്റ്യൂഷനകത്ത് സിറ്റിസൺ എന്നുള്ളൊരു വാക്ക് ഒരു കറക്റ്റ് ഡെഫിനിഷൻ കൊടുത്തിട്ടില്ല. സോ അൺലൈക്ക് അതർ പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് കെയിം ഇൻ ടു ബീങ് ഓൺ January 26, 1950, these articles were enforced on November 26, 1949 itself when the constitution was adopted. അപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ ഒട്ടുമിക്ക കാര്യങ്ങൾ നമുക്ക് പഠിച്ചിട്ടുണ്ട്. January 26, 1950 റിപ്പബ്ലിക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പറഞ്ഞ പോലെ നിലവിൽ വന്നത്. പക്ഷേ ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ വന്നൊരു ഭാഗമാണ് ഈ സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു 5 to 11 ആർട്ടിക്കിൾസ് എന്നുള്ളൊരു പോയിന്റ് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇത്രയും പോയിന്റ് ആ ഒരു ആർട്ടിക്കിൾ നമ്മൾ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ പഠിച്ചിരിക്കണം. ഇനി നമ്മൾ രണ്ടാമത്തെ ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യുകയാണ്. എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ്. ഇന്നത്തെ ഒരു എഡിറ്റോറിയലിനകത്ത് ഈ പറഞ്ഞ അത്യാവശ്യം നമുക്ക് പഠിക്കാനുള്ള ആർട്ടിക്കിൾ തന്നെയാണ്. ബട്ട് ഇതൊരു ബേസിക് ആയിട്ടുള്ള ആർട്ടിക്കിൾ തന്നെയാണ്. കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ്. കാരണം ഇന്നിപ്പോൾ എല്ലാ മേഖലകളിലും നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കാം എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ എ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it's defined as the ability of machines and systems to acquire and apply knowledge and to carry out intelligent behavior. നമ്മൾ മലയാളത്തിൽ നിർമ്മിത ബുദ്ധി എന്നൊക്കെ ബേസിക്കലി പറയുമല്ലോ. അതിന്റെ ബേസിക് ഡെഫിനേഷൻ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ മനുഷ്യന്മാർ ചിന്തിക്കുന്ന പോലെ ഈ പറഞ്ഞ ചിന്തിച്ച് ഒരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കപ്പ് ചെയ്യാനായിട്ടൊക്കെ തന്നെ നമ്മളെ സഹായിക്കുന്നതാണ് ഇപ്പോഴത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇന്ന് സകല മേഖലകളിലും നമുക്ക് ഇതിന്റെ ഒരു പ്രകടനം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ എ is defined as the ability of machines and systems to acquire and apply knowledge and to carry out intelligent behavior. The term artificial intelligence was coined by John MC Carthy, an American computer scientist and a cognitive scientist ആണ്. He was one of the founders of the discipline of AI. അപ്പോൾ അദ്ദേഹമാണ് ജോൺ മക്കാത്തി ആണ് ഈ പറഞ്ഞ പോലെ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള ഒരു വാക്ക് ഒരു ടേം കോയിൻ ചെയ്യുന്നുള്ളൊരു പോയിന്റ് ഓർത്തിരിക്കാം. ഇന്നിപ്പോൾ ഞാൻ തുടക്കത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു സകല മേഖലകളിലും ഈ ഒരു ടെക്നോളജിയുടെ ഉപയോഗമുണ്ട്. ഈ ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറയുമ്പോഴേക്കും ഒരുപാട് കാര്യങ്ങളുടെ കോമ്പിനേഷൻ ആണ്. കാരണം കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഡിസിഷൻസ് എടുക്കേണ്ട ഒരു ടെക്നോളജി ആയതുകൊണ്ട് തന്നെ മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ്, ബിഗ് ഡാറ്റ, ന്യൂറൽ നെറ്റ്വർക്ക്സ്, കമ്പ്യൂട്ടർ വിഷൻ, ലാർജ് ലാംഗ്വേജ് മോഡൽസ് ഇവയുടെ എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് സഹായിക്കുന്നുള്ളൊരു പോയിന്റ് കൃത്യമായിട്ട് മനസ്സിൽ വെച്ചേക്കാം. ദെൻ ഈ പറഞ്ഞ പോലെ ഇതിന്റെ വേരിയസ് ആപ്ലിക്കേഷൻസ് ഇപ്പം നമുക്കറിയാം. ഇന്നിപ്പം നമ്മുടെ ലോകത്തുള്ള ഒട്ടുമിക്ക മേഖലകളിലും ഈ എയുടെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങളൊക്കെ ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പം സപ്പോസ് ഒരു എക്സാമ്പിൾ ആയിട്ട് പ്രിലിംസിനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു ഈ പറഞ്ഞ ഓപ്ഷൻസിനകത്ത് ഒരു 4-5 ഓപ്ഷൻ വന്നിട്ട് ഇതിനകത്ത് ഏതൊക്കെ മേഖലകളിലാണ് നമുക്ക് എയുടെ ഉപയോഗം വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വലിയ സംശയം വെക്കേണ്ട കാര്യമില്ല. കാരണം ഇന്നിപ്പോൾ ഒട്ടുമിക്ക മേഖലകളിലും തന്നെ എന്തിന്റെ ഉപയോഗമുണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഹെൽത്ത് കെയർ മേഖലയിൽ പറയുവാണെങ്കിൽ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എ ഡ്രിവൺ ഡയഗ്നോസ്റ്റിക് ഇപ്പോൾ പലപ്പോഴും നടക്കുന്നുണ്ട്. എർലി ഐഡന്റിഫിക്കേഷൻ ഓഫ് പൊട്ടൻഷ്യൽ പാൻഡമിക്സ്, ഇമേജിംഗ് ഡയഗ്നോസ്റ്റിക്സ്, ഇങ്ങനെയുള്ള പല മേഖലകളിൽ ഈ പറഞ്ഞ പോലെ ഹെൽത്ത് കെയറിനകത്ത് എയുടെ ഒരു ഇന്റർവെൻഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ അഗ്രികൾച്ചർ പറയുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രിസൈസ് ആയിട്ടുള്ള ഫാമിംഗ് മെത്തേഡ്സിനകത്തൊക്കെ തന്നെ എയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നുണ്ട്. കാരണം ഓരോ ഈ പറഞ്ഞ പോലെ ആ ഒരു പ്ലാന്റിന്റെയും ആണെങ്കിലും ആ ഒരു റൂട്ടിലെ ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്തിട്ടും അല്ലെങ്കിൽ അവിടുത്തെ ഫെർട്ടിലൈസേഴ്സിന്റെ അളവ് എത്രത്തോളം ഉണ്ട്, കുറവുണ്ടോ കൂടുതലാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു കാൽക്കുലേറ്റഡ് ഡിസിഷൻ എടുത്ത് ആ ഒരു ഫെർട്ടിലൈസേഴ്സിന്റെ ഉപയോഗമാണെങ്കിലും എല്ലാം ഈ പറഞ്ഞ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ഫാമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇപ്പോൾ ആർക്ക് സാധിക്കുന്നുണ്ട്, എഐക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫുഡ് റവല്യൂഷനിലേക്ക് നയിക്കാനായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് കേപ്പബിൾ ആണ് ഇന്നിപ്പോൾ അഗ്രികൾച്ചർ മേഖലയിൽ ഏത് എയുടെ ടെക്നോളജി എന്നൊരു കാര്യം ഓർത്തിരിക്കാം. ഇന്നടിക്ക് ഡിമാൻഡിനെ കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടും യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സും ഫംഗിസൈഡ്സ്, ഇറിഗേഷൻ ഇതെല്ലാം കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ഇപ്പോൾ പറഞ്ഞ വേസ്റ്റേജസ് ഒഴിവാക്കി കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ പ്രയോഗിക്കാനായിട്ട് അഗ്രികൾച്ചറിൽ ഏത് സഹായിക്കാറുണ്ട്, എ സഹായിക്കാറുണ്ട്. ദെൻ ഈ പറഞ്ഞ പോലെ ട്രാൻസ്പോർട്ടേഷൻ, ലോജിസ്റ്റിക്സ് ആൻഡ് സ്മാർട്ട് മൊബിലിറ്റി ഈ പറഞ്ഞ പോലെ നമ്മുടെ വാഹന ഗതാഗത മേഖലയിൽ ട്രാൻസ്പോർട്ടേഷൻ മേഖലയിലൊക്കെ ആണെങ്കിലും ഡ്രൈവർ അസിസ്റ്റന്റ് ഇപ്പം നമ്മൾ അഡാസ് ഫീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വാഹനങ്ങൾ കേൾക്കാറുണ്ടല്ലോ. ഇതെല്ലാം എഐക്ക് ആയിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന പല രീതിയിൽ സെൻസേഴ്സ് ഒക്കെ ആയിട്ട് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ടെക്നോളജിയും കാര്യങ്ങളാണ്. അത്തരത്തിൽ ഈ പറഞ്ഞ ട്രാഫിക് മാനേജ്മെന്റ്, ഓട്ടോണമസ് ട്രക്കിംഗ്, ഡെലിവറി ഇങ്ങനെയുള്ള പല മേഖലകളിലും നമുക്ക് എയുടെ ഉപയോഗം കാണാനായിട്ട് സാധിക്കും. ദെൻ സ്മാർട്ട് സിറ്റീസ്, ദെൻ എഡ്യൂക്കേഷൻ ആൻഡ് സ്കില്ലിംഗ് ഇവിടെങ്ങളിലൊക്കെ തന്നെ നമ്മൾ പറയുവാണെങ്കിൽ ഈ ഒരു എയുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപയോഗം നമുക്ക് ആപ്ലിക്കേഷൻസ് കാണാൻ സാധിക്കുന്നത് തന്നെയാണ്. ദെൻ ഈ ഒരു വാർത്തയുമായിട്ട് അസോസിയേറ്റ് തന്നെ നമ്മൾ കുറച്ച് കാര്യം അറിഞ്ഞിരിക്കണം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യയുടെ ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഇന്ത്യ എ എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ദെൻ ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, US ഇന്ത്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇനീഷ്യേറ്റീവ് ഉണ്ട്. റെസ്പോൺസിബിൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫോർ യൂത്ത് ഉണ്ട്. ദെൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിസർച്ച്, അനാലിറ്റിക്സ് ആൻഡ് നോളജ് അസിമുലേഷൻ പ്ലാറ്റ്ഫോം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മിഷൻ ഇതെല്ലാം തന്നെ ഇന്ത്യയുടെ നേതൃത്വത്തിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലെ ഡെവലപ്മെന്റുമായിട്ട് ചേർന്ന് തുടങ്ങിയ ഇനീഷ്യേറ്റീവ്സ് ആണെന്നുള്ളൊരു കാര്യം കൃത്യമായിട്ടൊന്ന് മനസ്സിലേക്ക് വെച്ചേക്കാം. ഓക്കെ, ഇത്രയാണ് ആ ഒരു ആർട്ടിക്കിൾ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ അടുത്ത ആർട്ടിക്കിലേക്ക് മൂവ് ഓൺ ചെയ്യുകയാണ്. ഇത് ഇന്റർനാഷണൽ റിലേഷൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ വരുന്ന ഒരു ആർട്ടിക്കിളാണ്. തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറയുമ്പോഴേക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 3-ക്കകത്താണ് സയൻസ് ആൻഡ് ടെക്നോളജി വരുന്നത്. ഇത് ഇന്റർനാഷണൽ റിലേഷൻസ് ആണ്. സോ IR ബേസിക്കലി വരുന്ന ജനറൽ സ്റ്റഡീസ് പേപ്പർ 2-ന്റെ ഭാഗമായിട്ടാണ്. സോ മിസ്പ്ലേസ്ഡ് പ്രയോറിറ്റീസ് എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഓൾറെഡി നമ്മൾ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ നേരത്തെ DNA ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മുന്നോട്ട്
മുന്നോട്ട് പോയാൽ മതി. അതുകൊണ്ടാണ് ഡെയിലി നമ്മൾ പത്രം വായിക്കണം എന്ന് പറയുന്നത്. കാരണം ഡെയിലി നമ്മൾ വായിക്കുമ്പോഴേക്കും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ വായിച്ച വാർത്തകളുടെ കണ്ടിന്യൂഷൻ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള വാർത്തകൾ നമുക്ക് ഒരിക്കലും ഈ പറഞ്ഞ ഒരുപാട് സമയം എടുക്കത്തില്ല. കാരണം വൺസ് ഇത് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതിന്റെ കണ്ടിന്യൂഷൻ മാത്രം നമുക്ക് വായിച്ച് മുന്നോട്ട് പോയാൽ മതി. അധികം നേരമൊന്നും നമ്മൾ സമയം ഇത് എടുക്കാണ്ട് തന്നെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് പത്രം വായിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, എന്തായാലും ഒരു ഡെയിലി പറഞ്ഞ പോലെ 6-7 ടോപ്പിക്സ് ഒക്കെ മാത്രമേ ഈ പറഞ്ഞ പോലെ നമുക്ക് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവുള്ളൂ. അത് തന്നെ ഡിസ്കസ് ചെയ്യാനായിട്ട് പാകത്തിലുള്ള കുറച്ചെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ദെൻ മിസ്പ്ലേസ്ഡ് പ്രയോറിറ്റീസ്. ഇതിനകത്ത് ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്ന ഫ്രീ മൂവ്മെന്റ് റെജീമിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഫ്രീ മൂവ്മെന്റ് റെജീം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന മ്യാൻമാറുമായിട്ട് അസോസിയേറ്റഡ് ആണ്. നമ്മൾ ഓൾറെഡി തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു മ്യാൻമാറുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും നാൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വിസ ഫ്രീ ആയിട്ട് ഈ പറഞ്ഞ ഇരു രാജ്യങ്ങൾക്കിടയിലെ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യായിരുന്നു. ഇപ്പം നമ്മൾ മ്യാൻമാറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ബോർഡർ ഈ പറഞ്ഞ പോലെ ഹാർഡ് ബോർഡർ ആക്കുകയാണ്. മീൻസ് ഇത്ര നാൾ സോഫ്റ്റ് ബോർഡർ ആയിരുന്നു, അതിപ്പോൾ നമ്മൾ ഹാർഡ് ബോർഡർ ആക്കുകയാണ്. സോ അങ്ങനെ വരുമ്പോഴേക്കും ഈ ഒരു ഫ്രീ മൂവ്മെന്റും കാര്യങ്ങളൊന്നും ഇനി മുതൽ അങ്ങനെ സ്മൂത്ത് ആയിട്ട് നടക്കത്തില്ല. എന്താണ് ഈ ഒരു ഫ്രീ മൂവ്മെന്റ് റെജീം ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മ്യൂച്വലി എഗ്രീഡ് അറേഞ്ച്മെന്റ് ബിറ്റ്വീൻ ദ ടു കൺട്രീസ് ദാറ്റ് അലൗസ് tribes living along the border on either side to travel up to 16 kilometer inside the other country without a visa. കാരണം ഈ മ്യാൻമാറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് അതിർത്തികൾ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ആ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഇരു രാജ്യം ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും അല്ലെങ്കിൽ മ്യാൻമാറിലാണെങ്കിലും ആ ബോർഡറിലുള്ള ട്രൈബൽ ഏരിയാസിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സോ അവിടത്തേക്ക് ആളുകളുടെ പറയുമ്പോൾ അവരുടെ ആൻസസ്റ്റേഴ്സ് അവിടെ ഇവിടെ ആയിട്ട് കഴിയുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ബോർഡേഴ്സിൽ ബേസിക്കലി കഴിയുന്നത്. അപ്പോൾ അവിടങ്ങളിൽ വിസിറ്റ് ചെയ്യാനായിട്ട് ഇവരെ വിത്തൗട്ട് വിസ ഈ പറഞ്ഞ വിസ ഇല്ലാണ്ട് വിസിറ്റ് ചെയ്യാൻ സഹായിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ഈ ഫ്രീ മൂവ്മെന്റ് റെജീം. അപ് ടു 16 കിലോമീറ്റേഴ്സ് ബോർഡറിന്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും ഇരു രാജ്യങ്ങൾക്കിടയിൽ 16 കിലോമീറ്റർ യാത്ര ചെയ്യാനായിട്ട് ഈ ഒരു ഫ്രീ മൂവ്മെന്റ് റെജീം കൊണ്ട് സാധിക്കുമായിരുന്നു. ആൻഡ് ദേ ക്യാൻ ക്രോസ് ദ ബോർഡർ ഓൺ പ്രൊഡക്ഷൻ ഓഫ് ബോർഡർ പാസും കാര്യങ്ങളും കാണിച്ചാൽ മതി. യൂഷ്വലി വാലിഡ് ഫോർ ഇയർ, ഒരു വർഷത്തേക്ക് വാലിഡിറ്റി ഉണ്ടായിരുന്നതാണ് ഈ ബോർഡർ പാസ്. ആൻഡ് ക്യാൻ സ്റ്റേ ഫോർ അപ് ടു 2 വീക്സ് പെർ വിസിറ്റ്. അതായത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും മ്യാൻമാറിലേക്ക് ഇത്ര ഈ 16 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് നമുക്ക് ആ ബോർഡർ പാസ് മതിയായിരുന്നു ആ വ്യക്തിക്ക്. ആ ബോർഡർ പാസ് ഉണ്ടെങ്കിൽ 2 ആഴ്ച വരെ അവിടെ ഈ പറഞ്ഞ പോലെ അവരുടെ റിലേറ്റീവ്സിൻ്റെ കൂടെ അവിടെ താമസിക്കാനായിട്ടും സാധിക്കുമായിരുന്നു. നേരെ തിരിച്ച് മ്യാൻമാറിൽ നിന്ന് ഇങ്ങോട്ടേക്കും അതേപോലെ തന്നെ വരാൻ സാധിക്കുമായിരുന്നു. ആൻഡ് ഫ്രീ മൂവ്മെന്റ് റെജീം ഇസ് എ റിഫ്ലക്ഷൻ ഓഫ് സ്ട്രോങ് എത്നിക് ആൻഡ് ഫെമിലിയൽ ടൈസ് അക്രോസ് ദ ബോർഡേഴ്സ്. അവരുടെ ആ ഒരു ഫെമിലിയൽ ടൈസ് ഒക്കെ തന്നെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഈ ഒരു ഫ്രീ മൂവ്മെന്റ് റെജീം സാധിക്കുമായിരുന്നു. ആൻഡ് ഒരു കാര്യം ഓർക്കണം, എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. റീസെന്റ് ഫ്രീ മൂവ്മെന്റ് റെജീം ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് ക്യാൻസൽ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മ്യാൻമാറാണ് ഉത്തരവായിട്ട് വരുന്നത്. അതേപോലെ തന്നെ ഇത് ആദ്യമായിട്ടാണോ ഇന്ത്യ ഇതിങ്ങനെ ക്യാൻസൽ ചെയ്യുന്നത് ചോദിച്ചാൽ അല്ല, നമ്മൾ ഒരു വിഷയം ആദ്യമായിട്ടായിരിക്കും വാർത്തകൾ കേൾക്കുന്നത്. പക്ഷേ 2018 സത്യം പറഞ്ഞാൽ ഈ ഫ്രീ മൂവ്മെന്റ് റെജീം ഇന്ത്യ കൊണ്ടുവരുന്നത്, ഈ മ്യാൻമാറുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നത് 2018 അത് കഴിഞ്ഞ് 2022 ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഫ്രീ മൂവ്മെന്റ് റെജീം ഒന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെയാണ് ഇപ്പോഴും സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കംപ്ലീറ്റ്ലി നമ്മൾ ക്യാൻസൽ ഔട്ട് ചെയ്തിട്ടില്ല, താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന് കാരണം പറയുകയാണെങ്കിൽ വൺസ് ഈ 2022 നമ്മൾ സസ്പെൻഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരുപാട് ഈ പറഞ്ഞ മൈഗ്രന്റ് ഇൻഫ്ലക്സുകൾ ഇന്ത്യയിലേക്ക് കടന്നു വരികയും ഇല്ലീഗൽ ആയിട്ടുള്ള ഡ്രഗ്സ് ഈ പറഞ്ഞ പോലെ ആംസ് ട്രേഡുകളൊക്കെ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് 2022 നമ്മളത് ക്യാൻസൽ ചെയ്തത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ഒരു ഇപ്പോഴും നമ്മൾ അതിനെ ക്യാൻസൽ ഔട്ട് ചെയ്തിരിക്കുന്നത്. ഭാവിയിൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറിക്കഴിയുമ്പോഴേക്കും ഇപ്പം മ്യാൻമാറിലാണെങ്കിലും അവിടെ മിലിറ്ററി ഭരണമാണ് ബേസിക്കലി കാഴ്ചവെക്കുന്നത്. അപ്പോൾ അതൊക്കെ മാറി ഒരു സ്മൂത്ത് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും ഡെമോക്രാറ്റിക് ഭരണമൊക്കെ അവിടെയും വരുമ്പോഴേക്കും കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തുവരിക്കും, ഇത് വീണ്ടും പുനഃസ്ഥാപിക്കുമായിരിക്കും. സോ എന്തായാലും 2018 ഈ പറഞ്ഞ ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് പോളിസിയുടെ ഭാഗമായിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തതാണ് ഈ മ്യാൻമാറുമായിട്ട് ബന്ധപ്പെട്ട ഫ്രീ മൂവ്മെന്റ് റെജീം, and was also once suspended in 2022 following 2021 Myanmar coup and the resultant migrant influx. അവിടെ ഈ പറഞ്ഞ പോലെ മിലിറ്ററി അധികാരത്തിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും വലിയൊരു ജനത ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പലായനം ചെയ്തുവരുന്നു, മൈഗ്രേഷൻ നടത്തിയായിരുന്നു. സോ അതിനെ തടയാനായിട്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് കയറി വന്നാൽ നമ്മുടെ ഇവിടുത്തെ ഇന്റേണൽ സെക്യൂരിറ്റിനെ ബാധിക്കും. അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാനായിട്ട് 2022 നമ്മൾ ഈ ഫ്രീ മൂവ്മെന്റ് റെജീം ക്യാൻസൽ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലത്തെ സിമിലർ ആയിട്ടുള്ള പ്രശ്നമാണ് ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ തടയാനായിട്ടാണ് നമ്മളിപ്പം താൽക്കാലികമായിട്ട് മ്യാൻമാറുമായിട്ടുള്ള ഫ്രീ മൂവ്മെന്റ് റെജീം നമ്മൾ ക്യാൻസൽ ഔട്ട് ചെയ്ത് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം കൃത്യമായിട്ടൊന്ന് മനസ്സിലേക്ക് വെച്ചേക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ DNA ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. പിന്നെ ഡിസ്കസ് ചെയ്ത എല്ലാ ടോപ്പിക്സും എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്